നോക്കിയാലേ ക്ഷേത്രവും ആ ക്ഷേത്ര പരിസരവും കാണാനായിട്ട്. ഇത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഉത്രാളിക്കാവ് ക്ഷേത്രമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഉത്രാളിക്കാവ് ക്ഷേത്രവും ക്ഷേത്ര പരിസരവുമാണ് നമുക്കെല്ലാവർക്കും, നമ്മുടെ മലയാളികളുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഏതാണ് ഏറ്റവും ഭംഗിയേറിയ ക്ഷേത്രം, ക്ഷേത്ര പരിസരം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഈ ക്ഷേത്രവും ഈ ക്ഷേത്ര പരിസരവുമായിരിക്കുള്ളൂ, ഈ ഉത്രാളിക്കാവ് ക്ഷേത്രം. നമ്മുടെ വടക്കാഞ്ചേരിയിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ വടക്കോട്ട് സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്ഷേത്രത്തിലേക്ക് എത്താം നമുക്ക്. അതേപോലെ തന്നെ തൃശ്ശൂർ, വടക്കാഞ്ചേരി, ഷൊർണൂർ എന്നീ തീവണ്ടി സ്റ്റേഷനുകളുണ്ട്. അവിടെ വന്നാലും പ്രധാന മാർഗ്ഗങ്ങൾ അതൊക്കെയാണ്. തൃശ്ശൂർ, ഒറ്റപ്പാലം, കുന്നംകുളം, ഗുരുവായൂർ, ചേലക്കര, പട്ടാമ്പി എന്നിവിടങ്ങളിൽ നിന്നുള്ള ബസ് സർവീസുകളാണ് പ്രധാന മാർഗം ഇങ്ങോട്ടെത്താനുള്ളത്. തൃശ്ശൂരിൽ നിന്നും ഈ ഉത്രാളിക്കാവ് ഭാഗത്തേക്കൊക്കെ ഒരുപാട് ബസ്സുകളുണ്ട്. ഏത് സമയവും ബസ് സർവീസുള്ള സ്ഥലമാണ് തൃശ്ശൂർ. ഈ ക്ഷേത്രത്തെ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നുണ്ട്, അങ്ങകലെയായിട്ട് ഒരു കുന്ന് കാണുന്നുണ്ട്, അകമലയുടെ താഴ്വരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ അകമല താഴ്വരയിലുള്ള ഈ പാടങ്ങൾ, ഈ പച്ച പുതച്ച് നിൽക്കുന്ന പാടങ്ങൾക്കിടയിലാണ് ഈ ക്ഷേത്രം. അതുകൊണ്ട് തന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഇത്രയധികം ഭംഗി. അതേപോലെ തന്നെ ഈ പാടം ഇപ്പോൾ നല്ല പച്ചപ്പാണ്. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കൊയ്ത്ത് കഴിയും. ആ കൊയ്ത്ത് കഴിഞ്ഞാലും അതിനിടയിലൂടെ കാണാനും ഈ ക്ഷേത്രത്തിനൊരു പ്രത്യേക ഭംഗിയാണ്. ഇത് കണ്ട ഇതിലൂടെ ഒരു അരുവി ഒഴുകി പോകുന്നുണ്ട്. അതിന് ചുറ്റുമായിട്ട് നല്ല പച്ചപ്പും അതേപോലെ തന്നെ പൂക്കൾ കണ്ട ഒരു മഞ്ഞപ്പൂക്കളും നെൽപ്പാടങ്ങളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു സ്ഥലം ഇത് കണ്ട. ക്ഷേത്രത്തിൻ്റെ ഭംഗി അത് എവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിലും അത്രയ്ക്ക് ഭംഗിയാണ്, അത്രയ്ക്ക് വൈബുള്ളൊരു സ്ഥലമാണ് ഈ ഉത്രാളിക്കാവ് ക്ഷേത്രവും ക്ഷേത്ര പരിസരമൊക്കെ. ഈ കുംഭമാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച കഴിഞ്ഞുള്ള ചൊവ്വാഴ്ചയാണ് ഇവിടുത്തെ ഉത്സവം കൊടിയേറുന്നത്. ഇവിടുത്തെ പ്രത്യേകത എങ്കക്കാവ്, കുമരനല്ലൂർ, വടക്കാഞ്ചേരി എന്നീ ദേശങ്ങളിൽ നിന്നുള്ള 3 പങ്കുകാരാണ് ഈ ഉത്രാളിക്കാവ് വേലയുടെ പ്രധാന നടത്തിപ്പുകാർ. ഇതിൽ ഓരോ ദേശക്കാരും 11 ആനകളെ വീതമാണ് എഴുന്നള്ളിക്കുന്നത്. ഈ 11 ആനകളെ വീതം 33 ആനകളാണ് പൂരത്തിനുണ്ടാവുക. ഇതുകൂടാതെ തന്നെ വിവിധ സമുദായക്കാരുടെ കുതിരവേല, കാളവേല, ഹരിജൻ വേല എന്നീ പരിപാടികളും കൂടി ഇവിടെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമ്മൾ ആ പൂരത്തിൻ്റെ സമയത്തൊക്കെയാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ ഈ വക കാഴ്ചകളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇവിടെ കൊയ്ത്ത് കഴിച്ചിട്ടുണ്ടാവും, ഈ പച്ചപ്പൊന്നും ഉണ്ടാവില്ല. കൊയ്ത്ത് കഴിഞ്ഞ് നല്ല തെളിഞ്ഞ് നിൽക്കുന്നൊരു സമയമായിരിക്കുള്ളൂ. ഈ പാടത്തായിരിക്കുള്ളൂ ആ പൂരമൊക്കെ നടക്കുന്നത്. ഈ ഉത്രാളിക്കാവ് ക്ഷേത്രത്തിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് ഇവിടെ അടുത്ത് തന്നെ ആയിട്ട് വേറെ 1-2 സ്ഥലങ്ങൾ കൂടിയുണ്ട് കേട്ടോ. ഇതേപോലെ വൈബുള്ള 1-2 സ്ഥലങ്ങൾ കൂടിയുണ്ട്. പാഞ്ഞാൾ അയ്യപ്പസ്വാമി ക്ഷേത്രം ഇവിടെ നിന്ന് കുറച്ച് ദൂരമുള്ള ഒരു 5-6 കിലോമീറ്ററിൻ്റെ വ്യത്യാസമൊക്കെ ഉണ്ടാവുള്ളൂ. നമുക്ക് പോയി വരാവുന്ന ദൂരമുള്ളൂ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ. അതേപോലെ തന്നെ വാഴാലിക്കാവ് ക്ഷേത്രമൊക്കെ, ഇതൊക്കെ ഇതേപോലെ വൈബ് ഉള്ള ക്ഷേത്രമാണ്. നിളാനദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന വാഴാലിക്കാവ് ക്ഷേത്ര പരിസരമൊക്കെ നല്ല വൈബുള്ള സ്ഥലമാണ്. നമ്മളപ്പോൾ ആ പാഞ്ഞാൾ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൻ്റെയും അതേപോലെ തന്നെ വാഴാലിക്കാവ് ക്ഷേത്രത്തിൻ്റെയും വീഡിയോ നമ്മൾ ഇതിക്ക് മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോസ് കാണാനായിട്ട് എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം. എൻ്റെ സ്ക്രീനിൽ ഒന്ന് ടച്ച് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാട്ടോ. അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.